നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താണ് നീ ചിരിക്കുന്നേ? നേരിൽ എന്റെ ഭർത്താവിന്റെയോ മകളുടെയോ പരിസരത്ത് നിന്നെ കണ്ടുപോരുത്. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഞാൻ പറഞ്ഞിട്ടല്ല മാഡത്തിന്റെ ഡാഡി പണം അടച്ചത്. പിന്നെ എന്റെ ഡാഡി എങ്ങനെ വിവരം അറിഞ്ഞു? സ്വപ്നം കണ്ടോ? അത് ഡാഡിയോട് തന്നെ ചോദിക്കണം. ചിലപ്പോ മാഡത്തിന്റെ പ്രവൃത്തി കാരണം ഈ ഹോസ്പിറ്റലിന് ഒരു ചീത്തപ്പേര് വരുന്ന അദ്ദേഹത്തിന് തോന്നിക്കാണും. ഞാൻ കാരണോ? അതെ, മാഡത്തിന്റെ പിടിവാശി. ഒരു ജീവനേക്കാളും വലുത് പണമാണെന്നുള്ള ചിന്ത. പിന്നെ പണത്തിന്റെ മുകളില് പരുന്തും പറക്കില്ല എന്നുള്ള വിഡ്ഢികളുടെ വിശ്വാസം. അതൊക്കെ അദ്ദേഹം അറിഞ്ഞു കാണും. ഒരു ജീവന്റെ വില എന്താണെന്ന് അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ സർജറി നടക്കാതെ അതൊരു വാർത്തയായാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരാണെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അതൊഴിവാക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം പണം അടച്ചത്. സത്യത്തില് മാഡത്തിന്റെ ഭർത്താവിനോടും ഡാഡിയോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. അതുകൊണ്ട് പണം കിട്ടിയപ്പോ അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കാൻ ഞാൻ വന്നത്. പക്ഷേ അദ്ദേഹം അത് വാങ്ങിച്ചില്ല. പ്രൈവറ്റ് ആശുപത്രിയിൽ ആളുകളോട് പണം വാങ്ങാം എന്ന് കരുതി അവരെ കഴുത്തറുത്ത് കൊല്ലരുത്. ഈ സ്നേഹവും കാരുണ്യവും ഒക്കെ നാളെ മാഡത്തിനും ആവശ്യം വരും. എനിക്കാരുടെയും സ്നേഹവും കാരുണ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നത് വെട്ടിത്തരാ. മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഓരോ ദിവസവും ജീവിക്കുന്നത് എത്ര പേരുടെ സഹായം കൊണ്ടാ. ചുറ്റിനുള്ള ആളുകള് അറിഞ്ഞും അറിയാതെയും നമ്മളെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും അതൊന്നൊരു സഹായമായിട്ട് നമ്മൾ കരുതുന്നില്ലെന്നേ ഉള്ളൂ. നീ എന്നെ കളിയാക്കാണോ? ഒരിക്കലും അല്ല. അതിനും ഒരു മിനിമം ബുദ്ധി വേണം.